ആണാവോ? ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ. ഇതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ശരിയാവില്ല എന്റെ തക്കിളി. അപ്പൊ രാഗി ആൻഡ് ഉണ്ടാക്കണോ? രാഗി ആൻഡ് എപ്പോഴും ഇങ്ങനത്തെ ഉണ്ടാക്കണോ? അവര് ദുബായിൽ ജീവിച്ചവരല്ലേ, അവർ ഉണ്ടാക്കി അങ്ങനെ ആവും. അമ്മ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആവും. ഞാൻ പറഞ്ഞു ഈ ക്യാപ്സിക്കം ഏതാണ്ട് ഇങ്ങനെ ചുമന്നൊക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. ക്യാപ്സിക്കോ? എന്റെ ദൈവമേ, അത് ക്യാരറ്റാ. ഞാൻ ഈ എണ്ണ കൂടി മൂത്തോണ്ട് നീ അല്ലേ പറഞ്ഞ ക്യാപ്സിക്കം ഇടാൻ? സ്കിപ്പ് ചെയ്തടാ. അയ്യോ അപ്പൊ സാറിൽ ഇതും കൂടി അങ്ങ് ഇടാം. ആ അത് മതി. ദൈവത്തിന് അറിയാം, ഇതിങ്ങനെ കണ്ടമുണ്ടോക്കെ അരിഞ്ഞേക്കണ ദൈവമേ. അപ്പൊ ഇപ്പൊ ഈ ഇത് അടുത്തത് എന്താ ചെയ്യണ്ടേന്ന് പറ. ഇപ്പൊ ഈ ക്യാപ്സിക്കം കരിഞ്ഞു. ബഫറിങ് എന്തെന്ന് കറങ്ങണ വരണില്ല. കറക്കം നിർത്ത്, എന്നിട്ട് പറയാ എങ്ങനെ നിർത്തണേ? ഈ ഡാഡിനെ പൊട്ട ഫോണിൽ നെറ്റ് കിട്ടൂല. എന്റെ ഫോൺ എവിടെ ഇരുന്നേ? ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കരുത് കേട്ടാ. അത് എന്തോന്ന്? നിനക്കെന്തിനാ? ഞങ്ങൾക്ക് വെജ് സ്ലീക്ക് നീ ഒരു സ്ലീക്കും ഉണ്ടാക്കണ്ട. നിനക്ക് അല്ലാതെ വല്ല ഉണ്ടാക്കാൻ അറിയെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. കളിക്കരുത് കേട്ടോ. നീയാണ് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ചിമ്മയ്ക്ക്. ഒന്നാമത് കുറച്ച് നെറ്റ് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. എടി പ്രസിഡന്റ് അവരൊക്കെ വിളിച്ച് ഞങ്ങളിപ്പോ മീറ്റിംഗ് അല്ല ഇതിലൂടെയാണ്. അത് ചീത്തായി പോട്ടെ. നിനക്ക് ബാക്കി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നീ കണ്ടുപിടിക്കും. കളിക്കരുത് കേട്ടോ. ഫോൺ എടുക്കണം. ലോക്ക് ചെയ്ത് വെച്ചേക്ക. ഈ പാസ്വേഡ് വെച്ചാൽ തുറക്കുമോ? അതാ തുറക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്നത് വെറുതെ അടി. അമ്മ അങ്ങനെ അടിക്കില്ലേ? എന്തോ അമ്മയെ അമ്മ ഇത് നമ്പർ അല്ലേ? ആ പാസ്വേഡ് ചാർജ് ചെയ്യണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും തമാശയാണ്. എന്ത് കാഴ്ചയാണ് വന്നിരിക്കുന്ന രണ്ടാളും കൂടെ? ഒരു വട്ടവും ഇല്ല, രണ്ടു വട്ടവും ഇല്ല. ഒരു കഷ്ടമില്ല. ഒന്നാമത് അത് അല്പായുസായിട്ടിരിക്കുക. ഏത് നിമിഷം മരിക്കുക. ആ കണക്കിനുള്ള സാധനം. ഞാൻ ഒരു കണക്കിന് അത് കൊണ്ടു കിടക്കണം. 24 മണിക്കൂർ നിങ്ങളത് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് അതുകൊണ്ടല്ലേ അത് ചീത്തായി പോയത്. ഞങ്ങളല്ലാതെ അതിനകത്ത് നോക്കാനൊന്നും വന്നില്ലല്ലോ. ഓരോ പെണ്ണുങ്ങള് ഭർത്താവ് എന്താ ഫോണിൽ ചെയ്യണേന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അതിന് പുറകൊന്നും വരുന്നില്ലല്ലോ. ഒന്ന് ഫോൺ തരാൻ പറഞ്ഞിട്ട് ഇത്ര മാത്രം വെയിറ്റ് ഇടണേ എന്തിനാ നിങ്ങള്? ഇത് നോക്കണമെങ്കിൽ ആദ്യം കുറച്ച് വിവരവും വിദ്യാഭ്യാസവും വേണം. അല്ലാതെ ചുമ്മാ കണ്ട കാതറ കുതിരകളൊന്നും ഇതൊന്നും എടുത്ത് നോക്കാൻ പറ്റൂല. ഓ, അപ്പൊ എനിക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. സംശയം ഉണ്ടോ ആ കാര്യത്തില്? നിങ്ങളെ വിശ്വാസം ഉണ്ടായിട്ടല്ല അല്ലേ? എന്നാൽ ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ ഫോൺ കാണണം. കണ്ടോ? അത് ലോക്കഴിക്ക്. ഓ, അതാണ് പ്രശ്നം. ലോക്കഴിക്ക് ഞാൻ നോക്കട്ടെ. ഇനി മുതലാക്കണ്ട. നീ ഇപ്പൊ മുതൽ തന്നെ കണ്ടോ? അല്ലേ ഇപ്പൊ എത്ര കാണാതിരിക്കുന്നു? എന്താ നിങ്ങൾ തരില്ലാത്തത്? നോക്കിക്കോ, ഞാനും മേടിക്കും. നിങ്ങളുടെ ഫോൺ എടുക്കണേണ്ടല്ലേ നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കരുത്. ഞാൻ സ്വന്തമായിട്ട് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കൊന്നും വേണ്ടല്ലോ. എടി, നീ വാങ്ങിക്കണേന് കുഴപ്പമില്ല. അത് തുറന്നൊക്കെ നോക്കണമെങ്കിൽ കുറച്ച് അറിവും വിവരവും വേണം. പിന്നെ ഇപ്പൊ എന്റെ കൊച്ചുള്ളതുകൊണ്ട് ചിലപ്പോ അതൊക്കെ നടന്നിരിക്കും. നിങ്ങൾ മാത്രം കൊച്ചൊന്നും അല്ല. ആയിക്കോട്ടെ. കൊള്ളാമോ ഡാഡി? കൊള്ളൂല. ഓ, വാങ്ങിക്കപ്പോഴേ ആപ്പിളിന്റെ ഫോൺ വാങ്ങിക്കണം. ആപ്പിളിന്റെ തിന്നണ ആപ്പിളല്ല, ആപ്പിൾ ഐഫോൺ കണ്ടിട്ടൊക്കെ ഉണ്ട് അത്. ഓ, പിന്നെ ഐഫോൺ കമ്പനിയുടെ കൊച്ചുമോളല്ലേ. ഈ ഹവിൽദാർ പട്ടാളത്തിലായിരുന്നു, അതാ ഫോൺ കമ്പനിയിലായിരുന്നു. ഒന്നുമില്ല, പൊടി അവിടെ നിന്ന്. നീയാണ് അമ്മയെ വഷളാക്കണത്. ആവശ്യമില്ലാതെ തന്നെ. അമ്മേ അമ്മേ നീ ഒന്നേ, എനിക്ക് പാസ്വേഡ് കിട്ടി. എന്താ? 2 അക്ഷരേ ഉള്ളൂ. 2 അക്ഷരം? എന്ത്? എയും എസും. കഴുതാന്നല്ലേ? അതിന് 2 എസ് ഇല്ലേ അമ്മ? ഇത് 1 എസ് ഇല്ലേ?